ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു മാലയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് മെയിനായിട്ട് 3 ഐറ്റംസ് മതി. അതിലൊന്നാണ് ജംബറിങ്സ്, അതായത് വട്ടക്കണ്ണി. ഈ ഒരു ബോക്സിൽ ജംബറിങ്സ് വാങ്ങിച്ചതിന് 35 റുപ്പീസാണ് വില. ഇതിൽ മുഴുവനും ഉണ്ടായിരുന്നു. ഞാൻ കുറേയൊക്കെ യൂസ് ചെയ്തു, ബാക്കിയാണ് ഇതുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വില. എല്ലാവരും എന്നോട് വില ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത്. നെക്സ്റ്റ് വൺ കുന്താനാണ്. ഈ മെറൂൺ കളർ കുന്താൻസാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത്. ഇവിടെ മാലയ്ക്ക് 18 എണ്ണമാണ് ഞാനിന്ന് എടുത്തിരിക്കുന്നത്. നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് ബൾക്കായിട്ട് ഇങ്ങനെ ബോക്സിൽ വാങ്ങിക്കാം, ഓരോന്ന് എണ്ണയും വാങ്ങിക്കാം. എണ്ണി വാങ്ങിക്കുമ്പോൾ അതിന് 1 രൂപയാവും. ഇങ്ങനെ ബോക്സിൽ വാങ്ങിച്ചപ്പോൾ അതിന് 80 റുപ്പീസാണ്. ഒരു ബോക്സ് 80 റുപ്പീസാണ്. അതിൽ 100 നമ്പേഴ്സ് ഉണ്ടാവും കേട്ടോ. 100 അതിന് കൂടുതലുണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് ബാക്ക് ചെയിൻ ആണ്. ഇതാണ് ബാക്ക് ചെയിൻ. ഇതിന് 35 രൂപയാണ് ഞാൻ വാങ്ങിക്കുമ്പോൾ. അപ്പോൾ ഈ 3 സാധനങ്ങളാണ് നമുക്ക് ഇന്ന് ആവശ്യം. പിന്നെ വേണ്ടത് പ്ലെയർ ആണ്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ജംബറിങ് എടുക്കുക, അതായത് വട്ടക്കണ്ണി എടുക്കുക. എന്നിട്ട് പ്ലെയർ യൂസ് ചെയ്തിട്ട് അതൊന്ന് അകത്തണം. പിന്നെ ഒരു കുന്താൻ എടുത്ത് അതിൽ കോർക്കാം. ഈ കുന്താൻ്റെ 2 സൈഡിലും ഹോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ അത് കോർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു കുന്താൻ കൂടി അതിൽ കോർക്കും. അതായത് ഒരു ജംബറിങ്ങിൽ 2 കുന്താൻസ് കോർക്കണം. അത് കോർക്കുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ കറക്റ്റായിട്ട് നോക്കണം. സ്റ്റോൺ മുകളിൽ വരുന്ന പോലെ പിടിച്ചിട്ട് വേണം നമുക്ക് കോർക്കാൻ. ഇത് കോർത്ത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ജംബറിങ് എടുക്കുക. ഇതുപോലെ പ്ലെയർ യൂസ് ചെയ്തിട്ട് ജംബറിങ് ഒന്ന് അകത്തിയിട്ട് ഇതുപോലെ കോർക്കും. അത് നമുക്ക് കോർത്ത് വെച്ചതിൽ ഫസ്റ്റ് കോർത്തിട്ട് വീണ്ടും അടുത്ത കുന്താൻ എടുത്തിട്ട് അതിൽ കോർക്കാം. പിന്നെ ജംബറിങ് ക്ലോസ് ചെയ്യാം. വീണ്ടും അടുത്ത ജംബറിങ് എടുത്തിട്ട് ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മുടെ മുഴുവൻ മാലയും കോർത്തെടുക്കുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് സ്പീഡിലൊന്ന് കോർത്ത് കാണിക്കാം. ഇത്രയും കുന്താൻസാണ് ഞാനിന്ന് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതൊന്ന് നമുക്ക് കോർക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാനിതിൽ മെറൂൺ കളറാണ് എടുത്തിരിക്കുന്നത്. നല്ല ലൈറ്റ് അടിക്കുമ്പോൾ മാത്രം അതൊരു റെഡിഷ് ആയിട്ട് നല്ലൊരു തിളക്കമുണ്ട്. ഈ കുന്താൻസിന് പകരം നമുക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. നല്ല ഈസിയല്ലേ ഉണ്ടാക്കാൻ. നമുക്ക് ഇതേപോലെ തന്നെ കമ്മലും ബ്രേസ്ലെറ്റും വേണമെങ്കിൽ പാദസരവും എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നല്ല ഡിസൈനാണ്, നല്ല ഭംഗിയും ഉണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ തന്നെ ഈ ജംബറിങ്ങും കുന്താൻസും മാത്രം യൂസ് ചെയ്തിട്ട് കുറേ ഡിസൈൻസ് ചെയ്യാൻ പറ്റും. ഞാനതെല്ലാം ഓരോ വീഡിയോയിലായിട്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക്കായിട്ട്. നമ്മൾ വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. മുത്തോ ലോറിയൽസോ ഒന്നും ആഡ് ചെയ്യാതെ വെറും കുന്താൻസും ജംബറിങ്സും മാത്രമാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ജംബറിങ് തന്നെ ഇതിൻ്റെക്കാൾ വട്ടം കുറവുള്ളതുണ്ട്, വട്ടം കൂടിയതുമുണ്ട്. അതിൽ വട്ടം കുറഞ്ഞ ജംബറിങ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ കുന്താൻസ് കുറച്ചുകൂടി ചേർന്നിരിക്കും. നമ്മൾ വലുത് യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് ഇത് അകന്നിരിക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ കാണാൻ കുറച്ചുകൂടി ഭംഗി എനിക്ക് ഈ ഒരു വലുപ്പമാണ് കേട്ടോ തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് ഈ സൈസ് തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ മാല കംപ്ലീറ്റ് ആയിട്ട് കോർത്ത് കഴിഞ്ഞു. ഇനി ഇതിലോട്ട് നമുക്ക് ബാക്ക് ചെയിനാണ് കോർക്കേണ്ടത്. ബാക്ക് ചെയിൻ കോർക്കണം ഇതുപോലെ തന്നെ ഒരു ജംബറിങ് എടുക്കുക, അത് അകത്തിയിട്ട് നമുക്ക് ഈ ബാക്ക് ചെയിനിലോട്ട് കോർക്കാം. ഈ ബാക്ക് ചെയിന് ഇതില്ലെങ്കിൽ നമ്മൾ സാധാരണ ത്രെഡ് ഉണ്ടാവും, ബാക്ക് ത്രെഡ്. നമ്മൾ ഈ ജ്വല്ലറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മാല വാങ്ങിക്കുമ്പോൾ അവർ ഫ്രീ ആയിട്ട് തരും. അപ്പോൾ എപ്പോഴെങ്കിലും ജ്വല്ലറി പോവുകയാണെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. ജ്വല്ലറിയിൽ ചോദിച്ചാൽ അവർ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ്. അപ്പോൾ കുറച്ച് വാങ്ങിച്ച് സ്റ്റോക്ക് വെക്കുക എല്ലാവരും. ഇപ്പോൾ ഇതുപോലെ മാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ കടയിൽ വാങ്ങിക്കുകയാണെങ്കിൽ 5 രൂപ, 10 രൂപ, 15 രൂപ, 20 രൂപ അങ്ങനെ പല റേറ്റിലും ഉണ്ട്. അതിൽ ഓരോന്നിനും ഡിസൈൻ ഉള്ളതിന്, കളറുള്ളത് ഓരോ കളറിന് അല്ലെങ്കിൽ ഒരു ഡിസൈൻ ഉള്ളതിനൊക്കെ വില വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ നോർമലായിട്ട് സാധാരണ യെല്ലോ കളർ ത്രെഡാണ് നമുക്ക് ജ്വല്ലറിയിൽ നിന്നൊക്കെ കോമൺ ആയിട്ട് കിട്ടുക. അപ്പോൾ ഇതിൽ ബാക്ക് ചെയിന് പകരം ത്രെഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിത് കോർത്ത് കഴിഞ്ഞു. ഇതാ ഇങ്ങനെ ഇടാം. അപ്പോൾ നമ്മുടെ മാല റെഡിയായി. ഇത് കുറച്ച് ലെങ്ത് ഉണ്ട്. നമ്മൾ നെക്ക് ലൈനിൽ അങ്ങനെ കറക്റ്റായിട്ട് നിൽക്കില്ല, കുറച്ചുകൂടി താഴെ നിൽക്കുന്ന അളവിലാണ് ഞാൻ കോർത്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര ലെങ്ത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് പകുതി, അതായത് അതിനനുസരിച്ചിട്ട് എന്താണ് ലെങ്ത്തിൽ കോർത്താൽ മതി. അതായത് ഇത്രയും ലെങ്ത്തിൽ കോർത്തിട്ട് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആവും. പിന്നെ ത്രെഡ് ആവുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ലെങ്ത്ത്. ചെയിൻ ആകുമ്പോൾ നമുക്ക് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെയിൻ പറ്റില്ലെങ്കിൽ നമുക്ക് ലോങ് ആയിട്ട് വേണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് കോർത്തിട്ട് ഈ കണ്ണി ഉണ്ടല്ലോ, ചെയിൻ ഇല്ലാതെ ഈ 3 വട്ടക്കണ്ണിയും കൊക്കിയും കൂടിയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് 5 രൂപ അല്ലെങ്കിൽ 7 രൂപ എന്തോ ആണ് വില. ഇത് മാത്രം കിട്ടും. ഇത് മാത്രം നമ്മൾ കോർക്കുകയാണെങ്കിൽ ഈ ജംബറിങ്ങും കുന്താൻസും നമ്മൾ കോർത്തിട്ടുണ്ടല്ലോ, അത് ലോങ് ആയിട്ട് കോർത്തിട്ട് ഈ കൊക്കിയും ഈ 3 വട്ടക്കണ്ണിയും മാത്രം ലാസ്റ്റ് വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിലും നമുക്ക് കുറച്ച് ലോങ് ആയിട്ട് യൂസ് ചെയ്യാം, നന്നായിരിക്കും.
ഇനി അല്ലെങ്കിൽ ഈ ചെയിനിന് പകരം കംപ്ലീറ്റ് ഈ വട്ടക്കണ്ണി മാത്രമായിട്ട് നമുക്ക് ചെയിൻ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതായത് ഈ കണ്ണികൾ മാത്രമായിട്ട് ലോങ് ആയിട്ട് കിട്ടും. അതാണെങ്കിലും ഇതിൽ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാം. അതായത് വലുതാണെങ്കിൽ വലുതായിട്ട് ഇടാം, അല്ലെങ്കിൽ നമുക്ക് കണ്ണിയുള്ള കാരണം കൂട്ടിയും കുറച്ചൊക്കെ ഇടാം. അപ്പം ഞാൻ പോവുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും വീഡിയോ എല്ലാം ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. സജഷൻസ് ഒപ്പീനിയൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ ഈ ചാനലും ഈ വീഡിയോയും എന്നെയൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.